ഗൈസ്, ഇത് പുതിയൊരു യൂട്യൂബ് ചാനലാണ്. ചാനലിൻ്റെ പേര് കുട്ടൂസ് ചാനലാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എങ്ങനെ നന്നായിട്ടൊരു റോസാ ചെടി നടാമെന്നാണ്. ഞാനും അമ്മ ആയില്യത്തിന് പോയപ്പോൾ ഒരു റോസാ ചെടി മേടിച്ചു. അപ്പോൾ അതെങ്ങനെ നടാമെന്നാണ്. റോസ എന്ന് പറയുന്നത് നമ്മുടെ ഈ റോസയാണ് വരുന്നത്. ഒരു പിങ്ക് കളറിൽ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള പൂവിലെ റോസയാണ് വരുന്നത്. ഈ റോസ പൂ ഇതാണ്. ആദ്യം നമ്മൾ ഈ ചെടിച്ചട്ടിയിലാണ് നടുന്നത്. ഈ ഒരു ചെടിച്ചട്ടിയിലാണ് നടുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് മണ്ണിടണം. നമ്മൾ കുറച്ച് മണ്ണിടണം. അപ്പോൾ മണ്ണിടുമ്പോഴത്തേക്കിന് ഈ ചാനൽ കാണുന്നവരൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഇനിയും വരുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കുന്നത് മാത്രം. എന്നിട്ട് കുറച്ച് കരിയിലയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇടേണ്ടതാണ്. കുറച്ച് കരിയില ഇട്ടതിന് ശേഷം ഇച്ചിരിയും കൂടെ മണ്ണിടേണ്ടതാണ്. നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരിയും കൂടെ മണ്ണിടണം. അപ്പോഴത്തേക്കിന് എന്നിട്ട് നമ്മുടെ ഈ റോസ നമ്മൾ കവറിൽ നിന്ന് പൊട്ടിക്കണം. ഈ കവറിൽ നിന്ന് ഈ റോസ പൊട്ടിക്കണം. എന്നിട്ട് നമ്മൾ ഈ റോസയിലെ കുറച്ച് അവർ തന്നേക്കുന്ന മണ്ണ് കുറച്ചങ്ങ് ഇങ്ങനെ കളയണം. അങ്ങെടുത്ത് കളഞ്ഞിട്ട് എന്നിട്ട് കുറച്ച് എടുത്ത് മണ്ണങ്ങ് കളയണം. ഇത്രയും മണ്ണ് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ മണ്ണ് ഇച്ചിരി അതിനകത്തോട്ട് ആദ്യം ഇടണം. ഇങ്ങനെ ഇട്ടതിന് ശേഷം റോസാക്കമ്പ് നമ്മൾ വെക്കണം. ഇപ്പോൾ മണ്ണ് ഞങ്ങളൊരു ഇച്ചിരി ഇട്ടിട്ടുള്ളൂ അവർ തന്നേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ഇടാം, പക്ഷേ അധികമായി പോകല്ലേ. എന്നിട്ട് കുറച്ച് കരിയില വെക്കണം. കുറച്ചും കൂടെ കരിയില വെക്കണം. അന്നേരത്തേക്കിന് അന്നേരം അതിന് കരിയില ഒരു വളം പോലെയാണ് റോസാ ചെടിക്ക്. അപ്പോഴത്തെ നമ്മൾ കുറച്ച് കരിയില ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണിടണം. കരിയില അപ്പോഴത്തേക്കിന് ഇടണം. കുറച്ച് മണ്ണിടണം. മണ്ണിട്ടതിന് ശേഷം നമ്മൾ ഇച്ചിരിയും കൂടെ കരിയില ഇടണം. പച്ചക്കരിയിലയാണ് ഇടേണ്ടത്. പച്ച ഉണക്കോ ഇടാം. ഞാൻ ഇപ്പം രണ്ടും കൂടെ മിക്സായിട്ടാണ് ഇടുന്നത്. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി പച്ചക്കരിയിലെന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പച്ച വേണമെങ്കിൽ ഇടാം. പിന്നെ ഉണക്കലാകുമ്പോൾ ഇച്ചിരി വളം കൂടുതൽ പോലേ ഉള്ളൂ. പിന്നെ നമ്മൾ നിറച്ചും മണ്ണിടണം. പിന്നെ ചെടിച്ചട്ടിയിൽ ഒരു വര പോലെ ഇവിടെ കാണാം, ഒരു വെട്ട്. അവിടം വരെ മണ്ണിടാവൂ. എന്നാലേ ഇതുള്ളൂ. നമുക്ക് അന്നേരത്തേക്കിന് ഇത് മണ്ണിടുമ്പോഴത്തേക്കിന് അത്ര ആ വര പോലെ മണ്ണിടുമ്പോഴത്തേക്കിന് നമുക്ക് പച്ചക്കറിയുടെ വേസ്റ്റ്, മുട്ടത്തോട്, തേയിലക്കൊന്ത് ഇതൊക്കെ ഇടുന്ന റോസാ ചെടിക്ക് നല്ലതാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോരോ ഷോർട്സ് ഓരോ ആഴ്ച കൂടുമ്പോൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയേണ്ടതാണെന്ന്. അപ്പോൾ ബൈ ഗൈസ്.